സത്യത്തിൽ കേരളം ഭരിക്കുന്നത് ഉദ്യോഗസ്ഥരോ തിരഞ്ഞെടുത്ത ഗവൺമെന്റോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു. കേരളം ഭരിക്കുന്നത് ആർലേക്കറാണോ അതോ വി.ഡി. സതീശൻ തന്നെയാണോ? നിലപാടുകളുടെ രാജകുമാരൻ എന്ന് കൊട്ടിഘോഷിച്ച മാമനുഷ്യനായ വി.ഡി. സതീശൻ നിലപാടുകളില്ലാത്ത പടുമരമായി നിലംപൊത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. എന്തിനാണ് വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലണമെന്ന് ബി.ജെ.പി. ഗവൺമെന്റ് വാശി പിടിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനാണ്. ഈ രാജ്യത്തെ സകലമാന മതവിശ്വാസികളും ഹിന്ദു ദൈവങ്ങളെ പൂജിക്കണം, പ്രകീർത്തിക്കണമെന്ന നിഷ്കർഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലാൻ പറയുന്നതിലൂടെ ദുർഗാദേവിയെ ആരാധിക്കാനാണ് ഹിന്ദു വിശ്വാസികളില്ലാത്തവരോട് ആവശ്യപ്പെടുന്നത്. ലക്ഷ്മി ദേവിക്ക് മുമ്പിൽ വണങ്ങാനാണ് എല്ലാവരോടുമായി നിർബന്ധിക്കുന്നത്. സരസ്വതി ദേവിയെ പ്രകീർത്തിക്കാനാണ് ആവശ്യപ്പെടുന്നത്. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. ബി.ജെ.പി. അധികാരത്തിൽ വരുന്നത് വരെ ആ വന്ദേമാതരത്തിലെ 2 സ്റ്റാൻസകൾ മാത്രം ചൊല്ലിയാൽ മതിയായിരുന്നു. അതിന് കാരണവുമുണ്ട്. തുടർന്നുള്ള സ്റ്റാൻസകളിൽ ഹിന്ദു മതത്തിലെ ദൈവീ സങ്കല്പങ്ങളെ പ്രകീർത്തിക്കുന്നതും വാഴ്ത്തിപ്പാടുന്നതുമാണ്. ഇതിലെ മൂന്നാം ചരണവും 4ാം ചരണവും പറയുന്നത് ഇങ്ങനെയാണ്: കോടിക്കണക്കിന് ജനങ്ങളുടെ ഖണ്ഡങ്ങളിൽ നിന്നുള്ള ശബ്ദത്താൽ പ്രതാപശാലിയായവളും കോടിക്കണക്കിന് കൈകളിൽ മൂർച്ചയുള്ള വാളുകളെന്തിയവളും ആയ മാതാവേ, അങ്ങ് അബലയാണെന്ന് ആര് പറയുന്നു? അപാരമായ ശക്തിയുള്ളവളും ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നവളും ശത്രു സൈന്യത്തെ തടയുന്നവളുമായ മാതാവേ, ഞാൻ അങ്ങയെ വണങ്ങുന്നു. അങ്ങ് തന്നെയാണ് 10 ആയുധങ്ങൾ എന്തിയ ദുർഗാദേവി, താമര ഇതളുകളിൽ വസിക്കുന്ന ലക്ഷ്മി, വിദ്യാദായിനിയായ സരസ്വതി, നിഷ്കളങ്കയും അളവറ്റ മഹത്വമുള്ളവളും ശുദ്ധജലവും ഫലങ്ങളുമുള്ള മാതാവേ, ഞാൻ അങ്ങയെ വണങ്ങുന്നു. ഇത് തികച്ചും ഹിന്ദു ദേവതാ സങ്കല്പത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ സർവമത സമന്വയ രാജ്യമായതിനാലാണ് ഒരു മതത്തിന്റെ വിശ്വസ്ത പുലുകുന്ന ഭക്തി പ്രകടനമായ ഭാഗം ചൊല്ലേണ്ടതില്ലെന്ന് മുമ്പ് തീരുമാനിച്ചത്. ആ ഭാഗമാണ് ഇപ്പോൾ നിർബന്ധമായും ചൊല്ലണമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തിട്ടൂരം നടപ്പിലാക്കാൻ കേരള ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി സർക്കുലറിലൂടെ സ്കൂളുകളോടും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ബി.ജെ.പിക്ക് വേണ്ടി സർക്കുലർ ഇറക്കി. 2 ദിവസങ്ങൾക്ക് മുമ്പ് തദ്ദേശ സ്വയം വകുപ്പ് അണ്ടർ സെക്രട്ടറി ബി.ജെ.പി. കൗൺസിലർക്ക് വേണ്ടി അൺഒഫീഷ്യൽ ലെറ്റർ നൽകി. സത്യത്തിൽ കേരളം ഭരിക്കുന്നത് ഉദ്യോഗസ്ഥരോ തിരഞ്ഞെടുത്ത ഗവൺമെന്റോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന സംഘി ഗവൺമെന്റിന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ കേരള ചീഫ് സെക്രട്ടറി ശ്രമിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയുടെ തീരുമാനം ശരിയല്ലെന്നും കേരളത്തിൽ സംഘിത്തരം നടപ്പിലാവില്ലെന്നും പറയാൻ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി വാശി പിടിച്ച സതീശനിൽ ഒരു നട്ടലും ഇതുവരെ നമ്മളാരും കണ്ടില്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കാണെങ്കിലോ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. വന്ദേമാതരം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാലോ, ഇപ്പൊ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതില് ഗവൺമെന്റ് ഇത് പ്രഖ്യാപിച്ച് നൽകിയതല്ല. വന്ദേമാതരത്തിന് മീതെ എന്ത് പുതിയ നിയമമാണ് സാറേ? രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തി എന്നൊന്നില്ലേ? നാളെ കേന്ദ്രം PMശ്രീയിലൂടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുമ്പോഴും ഇതേ ഉടൻ ന്യായം നിങ്ങൾ പറയില്ലേ? ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, നിങ്ങൾ ബി.ജെ.പിയുടെ മന്ത്രിയല്ല, UDFിലെ പ്രബല ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മന്ത്രിയാണ്. നിങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുക? നാളെ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ എല്ലാ കുട്ടികളോടും മുസ്ലിം മതത്തിലെ ഒരു പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെട്ടാൽ അത് എല്ലാ വിഭാഗം മതവിശ്വാസികളും അംഗീകരിക്കുമോ, സമ്മതിക്കുമോ? ഇവിടെ ഓരോ മതസ്ഥർക്കും അവരുടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുമ്പോൾ മറ്റു മതങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുചൊല്ലണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എങ്ങനെയാണ് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമിന് ദേവതകളെയും ദേവികളെയും പ്രകീർത്തിച്ചും പുകഴ്ത്തിയും വന്ദേമാതരം ആലപിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഭരണകൂടത്തിനത് ചൊല്ലണമെന്ന് നിർബന്ധിക്കാനാവുക? എന്നിട്ടും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി സർക്കുലർ അയച്ചെങ്കിൽ ആ സർക്കുലറിനെതിരെ കേരള മുഖ്യമൊന്നും മിണ്ടുന്നില്ല എങ്കിൽ വി.ഡി. സതീശൻ ബി.ജെ.പിക്ക് വേണ്ടിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും. ഇടതുപക്ഷത്തെ നഖശികാന്തം എതിർക്കാൻ വേണ്ടി മാത്രമല്ല ജനങ്ങൾ നിങ്ങൾക്ക് അവസരം തന്നത്. ഇടതുപക്ഷം ബി.ജെ.പിയുമായി സമരസപ്പെട്ടു പോകുന്നുവെന്ന് പ്രതിപക്ഷത്തിരുന്ന UDFിനെ പോലെ തന്നെ ഇടത് ഭരണപക്ഷത്തെ
അനുഭാവികളും ചിന്തിച്ചതാണ് LDFനെതിരെ വോട്ടുകൾ ഏകീകരിച്ചത്. ആ എതിർപ്പാണ് നിങ്ങളെ അധികാരത്തിലെത്തിച്ചത്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, സംഘിത്തരം കൊണ്ട് മുന്നോട്ട് പോകാനാണ് പദ്ധതിയെങ്കിൽ, രാജാവിന് വേണ്ടി തെരുവിലിറങ്ങിയവർ തന്നെ രാജാവിനെതിരെയും തെരുവിലിറങ്ങും എന്നതിൽ സംശയമില്ല. ഇന്നത്തെ ലീഗ് അധികാരത്തിന്റെ തണലിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിനെതിരെ അവർ ശബ്ദിക്കുകയില്ല.